ക്രിസ്മസിന് ലോക്ഭവന് അവധിയില്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായ ചടങ്ങിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കണമെന്ന ഉത്തരവിറക്കി. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ക്രിസ്മസിന് ലോക്ഭവന് അവധിയില്ല എന്നുള്ള ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് ലോക്ഭവൻ. ആ സർക്കുലറിൽ എന്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര സർക്കാരും എന്തായാലും രാജ്യത്തെ BJPയും അതേ നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. UP-യിൽ നേരത്തെ ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ എത്തണം എന്നുള്ള ഉത്തരവാണ് നേരത്തെ UP ഇറക്കിയിരുന്നത്. അതിന് സമാനമായ രീതിയിലാണ് കേരള ലോക് ഭവൻ, രാജ്ഭവന്റെ പേര് മാറ്റിയാണ് ലോക് ഭവൻ എന്ന പേരിലേക്ക് മാറിയത്. അതായത് ഗവർണറുടെ ഔദ്യോഗിക വസതി. ആ വസതിയിൽ നിലവിൽ നാളെ അവധിയില്ല എന്നുള്ള ഉത്തരവാണ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരും ജീവനക്കാരുൾപ്പെടെ അവിടെ എത്തണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ലോക് ഭവൻ നൽകിയിരിക്കുന്നത്. ലോക് ഭവന്റെ കൺട്രോളർ കൂടിയായിട്ടുള്ള ആളാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകാൻ സാഹചര്യമുള്ള ഒരു വിഷയമാണ് നിലവിൽ സംഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. BJP നേതാക്കൾ തന്നെ പരസ്യമായി ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തുകയും നേരത്തെ കഴിഞ്ഞ വർഷം ക്രിസ്തീയ മേലധ്യക്ഷന്മാരുടെ വീടുകളിലും ക്രിസ്തീയ വിശ്വാസികളുടെ വീടുകളിലുമൊക്കെ എത്തി കേക്ക് വിതരണവും ഒപ്പം തന്നെ അതിന്റെ ആഘോഷവും ഒക്കെ നടത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് വിഭിന്നമായി ഇപ്പോൾ ലോക് ഭവൻ, അതായത് കേരളത്തിലെ ഏറ്റവും പരമോന്നതമായ ഒരു സമിതിയാണ് ലോക് ഭവൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കിയുള്ള തീരുമാനം നിലവിൽ ലോക് ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത്. ശരി വിജിൻ.